വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. നമ്മളെല്ലാവരുടെ വീട്ടിലും ഇതുപോലെയുള്ള ബ്രെഡിൻ്റെ പീസസ് എപ്പോഴും ബാക്കിയാവാറുള്ളതാണ്. നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൈഡിലുള്ള പീസും അതുപോലെ ബ്രെഡിൻ്റെ മുകളിലും താഴത്തും വരുന്ന പീസൊക്കെ ബാക്കിയാവും. അതൊന്നും ഇനി കളയേണ്ട. അത് ഉപയോഗിച്ച് നമുക്ക് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം, എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാനിതാ ഇതുപോലെ വീട്ടിലൊരു സ്നാക്ക് ഉണ്ടാക്കിയപ്പം വന്നിട്ടുണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെ അരികുവശങ്ങളും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലും താഴത്തും വരുന്ന ആ ഒരു പീസൊക്കെ അല്ലേ, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ പീസ് എല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. 2-3 മെത്തേഡിൽ നിങ്ങൾക്കിത് ചെയ്യാം, പക്ഷേ ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്, ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ഞാനിതാ ബ്രെഡ് ക്രംസ് പോലെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മോയ്സ്ചർ ഉണ്ടാവും, അതായത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇത് ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. ചിലർ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അത് അത്ര ക്രിസ്പി ആയിരിക്കില്ല. ഇങ്ങനെ പൊടിച്ചെടുത്തുള്ള ബ്രെഡ് ഞാൻ ഒരു ഫ്രൈ പാനിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ക്രിസ്പി ആവുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് ഒരു നമ്മുടെ എന്താ പറയുക, റസ്കൊക്കെ ഇല്ലേ, ആ ഒരു പാകത്തിലായി വരുന്ന രീതിയിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇതാണ് ആ പരുവം. ഇപ്പോൾ നിങ്ങളിത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു പാകം ആവുന്നവരെ നിങ്ങൾ റോസ്റ്റ് ചെയ്യുക. ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ ഇത് കരിഞ്ഞു പോകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് നന്നായിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും പൊടിച്ചിട്ട് ഫൈനായിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് വെറുതെ ഞെരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും. ആ ഒരു പാകത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരുപാട് കാലം ഇത് കേടുകൂടാതിരിക്കും. ഇനി കടയിൽ നിന്നൊന്നും ഇത് വാങ്ങിക്കേണ്ട. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ, നമ്മൾ വേസ്റ്റ് ആക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ ഒരു ഡബ്ബയിലിട്ടിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇനി ഇത് കട്ട്ലേറ്റിനായിട്ടോ അതല്ല വേറെ എന്ത് സ്നാക്കിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ചിലർ ബ്രെഡ് നമ്മളിങ്ങനെ പാനിൽ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ പൊടിച്ചെടുക്കും. പക്ഷെ അതിനേക്കാളൊക്കെ സിമ്പിൾ മെത്തേഡ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.